സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. മലപ്പുറം ജില്ലയിലെ പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് കോട്ടക്കുന്ന്. ഈ കോട്ടക്കുന്ന് ഒന്ന് രണ്ട് തവണ പോയിട്ടുണ്ട്. രണ്ടാമത്തെ തവണയോ മൂന്നാമത്തെ തവണയാണ് ഈ പോകുന്നത്. ഇപ്പോൾ വളരെ മനോഹരമായ പല റൈഡിങ് അതുപോലെ തന്നെ സിനിമ പോലെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടേക്ക് കയറുക എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം ശരിയായ രീതിയിലാണോ നടക്കുന്നത് എന്നറിയാൻ നമുക്ക് അവിടെ കയറി കഴിഞ്ഞാൽ മനസ്സിലാവും. കയറാൻ അല്പം പ്രയാസമാണ്. ശ്വാസം മുട്ടുള്ളവർക്കും ഹൃദയത്തിൽ എന്തെങ്കിലും പ്രശ്നമുള്ളവർക്കൊക്കെ കയറൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇറങ്ങുമ്പോൾ വളരെ ഓട്ടോമാറ്റിക്കായിട്ട് ഇറങ്ങി വരുന്നത് പോലെ തോന്നും. എങ്കിലും വളരെ മനോഹരമായ ഒരു കുന്നാണ് ഈ കോട്ടക്കുന്ന് എന്ന് പറയുന്നത്. നിരവധി സന്ദർശകർ ഇവിടേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ കമിതാക്കളും അതുപോലെ തന്നെ കാമുകന്മാരൊക്കെ കോളേജ് വിദ്യാർത്ഥികളുമൊക്കെ ഇവിടെ വന്ന് സമയം ചെലവഴിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. കോളേജിലെ റെക്കോർഡ് ബുക്കുകളുമായി ഇവിടെ തണലിൽ വന്നിരുന്ന് പ്രൊജക്റ്റ് വർക്കുകളൊക്കെ ചെയ്യുന്ന നിരവധി വിദ്യാർത്ഥിനികളെ കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഐസ്ക്രീം അതുപോലെ മറ്റു സോഫ്റ്റ് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉള്ള ചെറിയ ചെറിയ കടകളും ഇവിടെ ധാരാളമായിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഒഴിവു സമയങ്ങൾ ചെലവഴിക്കാൻ ഒരു സ്ഥലം എന്നുള്ള നിലക്ക് ഇത് തിരഞ്ഞെടുക്കാവുന്നതാണ്. പക്ഷേ കയറുക എന്ന് പറയുന്നത് അല്പം പ്രയാസമുള്ള കാര്യമാണെങ്കിലും ഇത് നല്ലൊരു എക്സ്പീരിയൻസാണ് നിങ്ങൾക്ക് തരുന്നത്. മലപ്പുറം ജില്ലയിൽ ഹൃദയഭാഗത്താണ് ഈ കോട്ടക്കുന്ന് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ട് കയറുക എന്നുള്ളത് ഒരു എക്സസൈസ് കൂടിയായി കണക്കാക്കി പോകാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ പോവുക. അങ്ങോട്ട് കയറാൻ ഒരു എൻട്രി ഫീ ഉണ്ട്. കൗണ്ടറിൽ 40 രൂപ 20 രൂപ മറ്റോ ആണ് അങ്ങോട്ട് കയറാൻ. അതുപോലെ തന്നെ പാർക്കിംഗ് ഫീയും ഉണ്ട്. വണ്ടിയുമായി വരുന്ന ആളുകൾക്ക് പാർക്ക് ചെയ്യാൻ വിശാലമായ പാർക്കിംഗ് ഏരിയയും ഉണ്ട്. എന്തു തന്നെയായാലും ഇതുവരെ ഈ സ്ഥലം സന്ദർശിക്കാത്ത ആളുകളൊക്കെ സന്ദർശിച്ച് ഈ വ്യത്യസ്തമായ അനുഭവം നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ്. വൈകുന്നേരങ്ങളിലാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ജനങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് റൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അവിടെ ചോദിച്ചപ്പോൾ മനസ്സിലായത്. അതുപോലെ അവിടെ നല്ല രീതിയിൽ തന്നെ ഏകാഗ്രതയിൽ ഇരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വളരെ മൗനിയായി ഇരിക്കുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള പ്രദേശങ്ങളും അവിടെയുണ്ട്. അതുപോലെ തന്നെ കൂട്ടുകാരുമൊത്ത് വന്നിരുന്ന് സംസാരിക്കാനും സാധ്യമാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോളേജ് വിദ്യാർത്ഥിനികളൊക്കെ അവിടെ വന്ന് സമയം ചെലവഴിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മോശം പ്രവൃത്തികളുണ്ടോ എന്നൊന്നും നമ്മൾ നോക്കാൻ പോയിട്ടില്ല, അതറിയില്ല. എന്തു തന്നെ ആയാലും അവിടെ എല്ലാ ഇടങ്ങളിലും സെക്യൂരിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എങ്കിലും മുകൾ ഭാഗത്ത് അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് വളരെയധികം ചൂടനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ മരങ്ങളൊക്കെ അല്പാൽപമായി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു ഷെയ്ഡ് കാണുന്നില്ല. നേരെ മറിച്ച് ഈ ഇറങ്ങിപ്പോകുന്ന ഭാഗത്തൊക്കെ നല്ല തരത്തിലുള്ള തണലും നല്ല അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഈ സ്ഥലം സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോട്ടക്കുന്ന് എന്ന് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പോൾ വരിക, മലപ്പുറം ജില്ലയുടെ സൗന്ദര്യത്തിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ചാനലിലൂടെ
നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന അറബി പാഠ്യഭാഗങ്ങൾ അല്ലെങ്കിൽ അറബി ക്ലാസ് താൽക്കാലികമായി ഒരു നിർത്തിവെക്കൽ ഉണ്ടായിട്ടുണ്ട് എങ്കിലും തുടർന്നും ആ വീഡിയോകൾ ഉണ്ടാകും. ചില പ്രയാസങ്ങളൊക്കെ നേരിട്ട് വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആയതുകൊണ്ടാണ് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്തത്. തീർച്ചയായും തുടർന്നുള്ള ദിവസങ്ങളിൽ പെട്ടെന്നില്ലെങ്കിലും അല്പം കഴിഞ്ഞ് നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ സാധിക്കും. നിരവധി ആളുകൾ നമ്മുടെ ചാനലിൽ നിന്ന് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. കൊഴിഞ്ഞു പോയവർക്ക് നഷ്ടം സംഭവിക്കുക എന്നല്ലാതെ ചാനലിൽ നിന്ന് പോയ ആളുകൾക്ക് തിരിച്ചു വരാനും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചു വരാം. നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോകൾ തുടർന്നും കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോകളും ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.